സജീവൻ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയാണ്. എല്ലാവരും തെരഞ്ഞെടുപ്പിൽ സഹായിക്കണം. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നരേന്ദ്രമോദി ഭരിച്ചിടും നാളെ നീയറിഞ്ഞോ ബിജെപിക്ക എന്നറിഞ്ഞോ. जय बोलो भारत माता की जय जय बीजेपी जय जय बीजेपी जय जय बीजेपी जय जय बीजेपी बीके सजीवनी अभिवाद्यम बीके सजीवनी अभिवाद्यങ്ങൾ 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 എങ്ങനെയുണ്ട് പൊതുവെ ഒരു ഫീൽ ഒക്കെ എങ്ങനെയുണ്ട് പ്രാവശ്യം? പതിവിൽ കവിഞ്ഞ ഒരു ആവേശം പ്രവർത്തകന്മാരിലും കാണുന്ന വോട്ടർമാരിലൊക്കെ കാണുന്നുണ്ട്. കടത്തനാടാണല്ലോ, ഒരു മാറ്റച്ചുരുക്കി ആവശ്യമാണ് എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നരേന്ദ്രമോദി എന്നുള്ളൊരു വികാരമാണ് ഇവിടെ വളരെ ശക്തമായിട്ട് നിൽക്കുന്നത് അല്ലേ? തീർച്ചയായും ഒരു മാറ്റത്തിന് വേണ്ടി നരേന്ദ്രമോദിജിയെ പോലെ കഴിവ് തെളിയിച്ചിട്ടുള്ള വികസനം ജാതിക്കും മതത്തിനും പ്രദേശത്തിനൊക്കെ അതീതമായിട്ട് വികസനം എത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഞങ്ങൾ പ്രവർത്തകന്മാരും അതേപോലെ തന്നെ വോട്ടേഴ്സും ഒക്കെ വളരെ ആവശ്യത്തിലാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞു, ടി പി ചന്ദ്രശേഖരൻ വധം മാത്രമല്ല, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള 2 കൊലപാതകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മണ്ഡലമാണ് വടകര പാർലമെന്റ് മണ്ഡലം. ഒന്ന് കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടേതും ഒന്ന് ടി പി ചന്ദ്രശേഖരന്റെയും. ആ ടി പി ചന്ദ്രശേഖരന്റെ വധമുണ്ടായപ്പോ UDF നേതാക്കന്മാർ, ഭരണകർത്താക്കൾ പറഞ്ഞു, ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം ഈ കേരളത്തിൽ ഉണ്ടായിക്കൂടാ. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത്, ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിനുള്ളിൽ നിന്ന് തന്നെ ഒരു ധർണക്ക് പോയിട്ടുള്ള ഈ മണ്ഡലത്തിൽപ്പെട്ട നിട്ടൂർ അനൂപ് എന്ന് പറയുന്ന ആളെ കല്ലെറിഞ്ഞു കൊന്നിട്ടുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു വികാരം ഉയർന്നു വരും. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPM-ഉം ഇടതുപക്ഷവും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുമായിട്ടാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 മുന്നണികളെയും വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് ഈ 2 മുന്നണികളുടെയും മതിൽക്കെട്ടുകൾ തകർത്തുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള. കോൺഗ്രസിനും കേന്ദ്ര സർക്കാരിനും എതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു ജനവികാരം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പൊതു തെരഞ്ഞെടുപ്പിന് നേരിടാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിജിയെ പോലുള്ള ഒരാൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി ആ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് രാജ്യവ്യാപകമായിട്ട് ലഭിക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള പിന്തുണ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് കേരളത്തിലും BR കൃഷ്ണയ്യരെ പോലുള്ള, P വത്സലയെ പോലുള്ള, സുരേഷ് ഗോപിയെ പോലുള്ള, ഉണ്ണി മുകുന്ദനെ പോലുള്ള, മാർ അത്തോണിയസിനെ പോലുള്ള നിരവധി മത മേലധ്യക്ഷന്മാരെ പോലുള്ള ആളുകൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്നതിൽ തെറ്റില്ല, അദ്ദേഹത്തെ പോലുള്ള ഒരാളാണ് പ്രധാനമന്ത്രിയാവേണ്ടത്, അദ്ദേഹം ഗുജറാത്തിൽ കാണിച്ചിട്ടുള്ള മാതൃക, വികസന മാതൃക ദേശീയ പിന്തുണ അർഹിക്കുന്നുണ്ട് എന്ന്